same mistakes that you did. I will not let myself cause my heart so much misery. I will not break the way you did. You felt so hard. I've learned the hard way to never let it get that far. Because of you, I never strayed too far from the sidewalk. Because of you, I learned to play on the safe side so I don't get hurt. Because of you, I find it hard to trust not only me but everyone around me. Because of you, I am afraid. I lose my way, and it's not too long before you point it out. I cannot cry because I know that's weakness in your eyes. I'm forced to fake a smile, a laugh every day of my life. My heart can't possibly break when it wasn't even whole to start with. Because of you, I never strayed too far from the sidewalk. Because of you, I learned to play on the safe side so I don't get hurt. Because of you, I find it hard to trust not only me but everyone around me. Because of you, I am afraid. I watched you die, I heard you cry every night in your sleep. I was so young, you should have known better than to lean on me. You never thought of anyone else, you just saw your pain. And now I cry in the middle of the night for the same damn thing. Because of you, I never strayed too far from the sidewalk. Because of you, I learned to play on the safe side so I don't get hurt. Because of you, I try my hardest just to forget everything. Because of you, I don't know how to let anyone else in. Because of you, I'm ashamed of my life because it's empty. Because of you, I am afraid. Because of you, because of you. വളരെ സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണെന്ന് നമ്മുടെ പ്രിയപ്പെട്ട ടോണിയും ജോബിൻ്റെയും വിവാഹം കൂടാശ വഴി കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ സന്തോഷം നൽകുന്ന ഒരു സമയമാണ്, ജീവിതത്തിലെ വലിയൊരു മുഹൂർത്തമാണ്. നമുക്കറിയാം, നമ്മുടെ സന്തോഷത്തിനും ആഘോഷത്തിനും ഒക്കെ പരിമിതിയുണ്ട്. നമുക്കറിയാം, ചില പ്രോട്ടോക്കോളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ആഘോഷമായിട്ട് നമ്മൾ ആഘോഷിക്കാനിരുന്ന ഒരു മഹാസംഭവമാണ്. പക്ഷേ പരിമിതികൾ മധ്യത്തിൽ നിന്നാണ് നമ്മൾ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ഇവർക്കൂടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയും വളരെ പ്രത്യേകമായി ആരംഭിക്കുവാൻ പോകുന്ന കുടുംബജീവിത ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഏറ്റവും ആവശ്യമെന്ന് നമുക്കറിയാം. ഈ സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഒക്കെ അവസരത്തിൽ വളരെ ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടി നിരക്കുന്ന പങ്കുള്ള ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ കുടുംബജീവിതത്തിൽ വളർന്നു വരുവാൻ, ഇവർ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന വിഭാഗം കൂടാശയുടെ ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും അനുഗ്രഹവും ഇവർക്ക് ലഭിക്കുന്നതിനാകണമെന്നുള്ള വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
പരിസരമെന്ന് പരീക്ഷകൾ ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്ന നിയമാനുസൃതമാണ്. ആളുകളുടെ പറഞ്ഞു, മോശ എന്താണ് നിങ്ങൾ കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷണത്തെ കൊണ്ട് നമ്മളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് ഈ മോശ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീടേക്കും അവർ ഒറ്റ ശരീരമായി. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ടോണി യോബിറ്റ ഇവരുടെ മാതാപിതാക്കളെ വിവാഹ ആശീർവാദത്തിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷത്തിന്റെ ഒരു ദിവസമാണല്ലോ. നമ്മൾ ഒത്തിരിയേറെ ചിന്തിച്ച് ആലോചിച്ച് എടുക്കുന്ന ഒരു തീരുമാനമാണ് ഇന്ന് ഈ ദേവാലയത്തിൽ നടപ്പിലാക്കുക. തീർച്ചയായിട്ടും ഇവിടെ മാതാപിതാക്കള് ഒത്തിരിയേറെ ആലോചിച്ചിട്ടുണ്ട് മക്കളുടെ വിവാഹം എങ്ങനെ നടത്തുന്നത്, എങ്ങനെയായിരിക്കപ്പെടുന്നൊക്കെയുള്ള നീണ്ട വർഷങ്ങളുടെ ചിന്തകൾക്കും ആലോചനകൾക്കും ശേഷമാണ് പ്രകാരമുള്ള ഒരു തീരുമാനം എടുക്കുക. എന്നാൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള നവീനമായിട്ടുള്ള ബന്ധം ആരംഭിക്കുകയാണ്. ടോണി കുടുംബമായ വാഴപ്പള്ളിയും ജോബിന്റെ കുടുംബമായ ചെറുപ്പയും അവർ തമ്മിലുള്ള ഒരു ബന്ധം ആരംഭിക്കുന്ന ദിവസമാണ്. അതിലുപരിയായിട്ട് ടോണിയും ജോബിന്റെയും തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം ആരംഭിക്കും വിവാഹമെന്ന കൂതാശ വഴിയായിട്ട്. ഇവിടെ ഈ വിവാഹം പരികരണം ചെയ്യുമ്പോൾ ടോണി നല്ല മിടുക്കനായിട്ടുള്ള ഈ നാട്ടിലെ പയ്യനാണ്. അമ്മയോട് പറഞ്ഞു, ചെറുപ്പത്തില് വിശുദ്ധ പിടിയെ സഹായിച്ചുകൊണ്ട് പള്ളിയുമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ടോണി. നമസ്കാരമൊക്കെ ചോദിച്ചപ്പോ വിളിച്ചപ്പോഴൊക്കെ ടോണിയെ പറയുവാനും ഇതൊക്കെ ഞാൻ ഇതിനകത്തെല്ലാം പഠിച്ചതാണ്. ചില കാര്യങ്ങളൊക്കെ ഷിഫ്റ്റിലൊക്കെ കയറിയപ്പോ കുറച്ച് കാലമൊക്കെ മറന്നുപോയി. അപ്പൊ ടോണിക്ക് പണിഷ്മെന്റ് ആണ് ഞാൻ കൊടുത്തത്. ഈ കല്യാണ വിഭാഗത്തിന് മുമ്പ് ഒരു മാസം അടുപ്പിച്ച് പള്ളിയിൽ വരുവാനായിട്ടാണ്. ഈ ദിവസങ്ങളൊക്കെ ടോണി നാളെ വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു. ജോബിന്റെ കാര്യമൊക്കെ അങ്ങനെയാണ്. ജോബിന്റെ പപ്പാക്കനുസരിച്ച് എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങള് പള്ളിയുമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ വികാരിച്ച് അവിടെ മുംബൈയിലെ അവിടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന അച്ഛൻ ഇന്നവിടെയുള്ള മുംബൈയിൽ വന്നിരിക്കുകയും വിവാഹത്തിന് വേണ്ടി മുംബൈയിലേക്ക് വരുമ്പോൾ അറിയാം. എനിക്ക് ഒരുപാട് പേര് കല്യാണത്തിന് വിളിക്കാറുണ്ട്, പലതിനും പോകാറില്ല. എങ്കിൽ പോലും ചിലതൊക്കെ നമ്മൾ ഒഴിവാക്കാറുണ്ട്. ഈ അച്ഛനും വരിക, ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരുപക്ഷെ നിങ്ങളുള്ള ബന്ധത്തെ പ്രതിയാണ്. അവിടെ മനസ്സിലാക്കുന്ന ഇവിടെ കുടുംബം ചെറുപ്പ കുടുംബവും പള്ളിയുമായിട്ടൊക്കെ ഒത്തിരിയേറെ ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. അപ്പം പറഞ്ഞത് ജോബിന്റെ ഇങ്ങനെ പള്ളിയിൽ വീട് പഠിക്കുന്ന കോളേജിലൊക്കെ ബന്ധപ്പെട്ടുള്ള ജീവിതമാണ്. അവർക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. നല്ല ആഭരണത്തിരിക്കുന്ന വസ്ത്രങ്ങളും നാട്ടുകാരെ പോലെയാണ് അവരുടെ തന്നെയൊക്കെ പറഞ്ഞ് ഞാൻ ഓർക്കുകയും നമുക്ക് ആശ്വാസമായി. അപ്പോ എന്റെ മുന്നിലെ വിവാഹം സ്വീകരിക്കാനിരിക്കുന്ന ഇവർ രണ്ടുപേരും പള്ളിയിലൊക്കെ നല്ല ബന്ധപ്പെട്ട് നല്ല മിടുക്കനായിട്ടുള്ള ചെറുപ്പക്കാരാണ് എന്ന് തോന്നുകയും വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു വിവാഹ ആഘോഷത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ തോബിയത്തിന്റെ പുസ്തകത്തിലെ തോബിയാസ വിവാഹത്തെക്കുറിച്ച് അവിടെ വിവരിക്കുന്നുണ്ട്. തോബിയത്തിന്റെ മകനായ തോബിയാസിന്റെ വിവാഹപ്രായമായിട്ടുള്ള അവന് ഈ വിവാഹ ആവശ്യത്തിന് വേണ്ടിയിട്ട് പണ്ട് തന്റെ ഒരു കൂട്ടുകാരനെ കുറച്ച് മടങ്ങൾ കൊടുത്തിട്ട് അത്
ദീർഘ യാത്ര കഴിഞ്ഞ് എല്ലാവരും വെള്ളം കുടിക്കാനായിട്ട് രണ്ടുപേരും പോകുമ്പോൾ അതിസുന്ദരിയായിട്ടുള്ള പെൺകൊച്ചിനെ കാണുന്നത് സാറ എന്നാണ് പേര്. പണ്ട് നമ്മൾ സാറയെ തോബിയാസ് ഇഷ്ടപ്പെടുകയും പക്ഷേ അതിനുശേഷം അവളെക്കുറിച്ച് കഥകളൊക്കെ പലവട്ടം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് പരിശ്രമിച്ചതാണ്. അവിടെ വിവാഹ ജീവിതം പലപ്പോഴും പരാജയപ്പെട്ടു പോയതാണ്. ഇപ്രകാരം ഒരു സുന്ദരിയായിട്ടുള്ള കുറിച്ചാണെങ്കിൽ അവളെ വിവാഹം കഴിക്കാനായിട്ട് തോബിയാസ് പഠിക്കുമ്പോൾ അവരുടെ കൂട്ടുകാരൻ പറയുന്ന ഒരു വാചകമുണ്ട്, തോബിയാസെ സാറയെ ജീവിത പങ്കാളിയായി സ്വീകരിക്കാൻ പഠിക്കേണ്ട, കാരണം അനാദി കാലം മുതലേ ദൈവം നിനക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നതാണ് സാർ. തോബിയാസിന്റെ ഭാര്യയായി സ്വീകരിക്കാനായിട്ട് പഠിക്കേണ്ട, കാരണം അനാദി കാലം മുതലേ ദൈവം നിനക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നതാണ് സാർ. ഒരുപക്ഷെ ഇവിടെ വിവാഹമൊക്കെ ഒരുപക്ഷെ മാതാപിതാക്കൾ ആലോചിക്കപ്പെടുന്നതായിരിക്കാം, അല്ല മാട്രിമോണിയിൽ പരസ്യം കൊടുത്തിട്ടുള്ളതാവാം, അല്ലെങ്കിൽ അവർ തന്നെ കടന്നു തീർക്കയാകാം. എങ്കിലും ഇന്ന് ഇവിടെ വെച്ച് വിവാഹം നടക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, അനാദി കാലം മുതലേ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ ജീവിത പങ്കാളി. അതുകൊണ്ട് ദൈവത്തിന്റെ കരത്തിൽ നിന്നാണ് ജീവിത പങ്കാളിയെ സ്വീകരിക്കുന്നത്. ഇതെന്റെ ജീവിത പങ്കാളിയായിട്ട് സ്വന്തമാണെന്ന് പറഞ്ഞ് ചേർക്കുന്നതിനായിട്ട് സാധിക്കുമെങ്കിൽ ദൈവത്തിന്റെ കരത്തിൽ നിന്ന് ജീവിത പങ്കാളിയെ സ്വീകരിക്കണം എന്ന് ഇപ്രകാരം നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ കരത്തിൽ നിന്ന് പരസ്പരം ജീവിത പങ്കാളിയെ സ്വീകരിക്കുക. വീണ്ടും തോബിയാസ് സാറയെ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നു. വിവാഹ ആഘോഷമാണ്. ആഘോഷങ്ങൾ കഴിഞ്ഞു ആദ്യ രാത്രിയിൽ തന്നെ ഇവര് തനിച്ചുപടിയായിരിക്കും. തോബിയാസ് സാറയെ വെച്ച് കൈപിടിച്ച് ഒട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലളിതമായ അഭിലാഷങ്ങളല്ല, മറിച്ച് നിഷ്കളങ്കമായ സ്നേഹത്തെ പ്രതിയാണ് ഞങ്ങളുടെ ജീവിത പങ്കാളിയായിട്ട് സ്വീകരിക്കുക. ഇവരോടൊത്ത് ജീവിതകാലം മുഴുവൻ ജീവിക്കുവാൻ ആഗ്രഹം. ജനികമായ അഭിലാഷങ്ങളൊന്നുമല്ല, നിഷ്കളങ്കമായ സ്നേഹത്തെ പ്രതിയാണ് ഞങ്ങളുടെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുക. അതിനാൽ ജീവിത അവസാനം വരെ ഇവരോടൊത്ത് ജീവിക്കുവാനുള്ള ആഗ്രഹങ്ങളെ സഹ മനസ്സെന്ന് പറയുന്ന അമ്മയും ഒരൊറ്റ പ്രാർത്ഥനയോടെ കുടുംബം രക്ഷപ്പെടുകയും നിങ്ങൾ ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളതാണ്, ദൈവത്തിന് നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ സ്ഥാനമുണ്ടാകട്ടെ. പ്രാർത്ഥനയോടെയായി ദൈവവുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി നേരിടുവാനായിട്ട് ദൈവം നിങ്ങൾക്ക് കരുത്ത് നൽകും. നാട്ടിലൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ വീട്ടിൽ കർമ്മമുണ്ട്. ബന്ധുവിന്റെ വിവാഹ ആഘോഷത്തിന് പോയപ്പോൾ ചെറുകളിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും സ്തുതി കൊടുക്കുന്ന ഒരു കർമ്മമൊക്കെ അപ്പോൾ അപ്പന് മകൻ സ്തുതി ചെയ്യുകയാണ്. അപ്പൻ മകനെ കൈപിടിച്ചപ്രകാരം പറഞ്ഞു, ഇന്ന് മുതൽ ഞാൻ നിന്റെ അമ്മയെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ നിന്റെ ഭാര്യയെ സ്നേഹിക്കും. അപ്പനെ സ്തുതിക്കുമ്പോൾ അപ്പൻ നടക്കുന്നത് ഒരൊറ്റ ഉപദേശം, ഞാൻ നിന്റെ അമ്മയെ എപ്രകാരം സ്നേഹിക്കുന്നു അതുപോലെ നിന്റെ അമ്മയെയും നിന്റെ ഭാര്യയെയും സ്നേഹിച്ചുകൊള്ളുക. എത്ര മാതാപിതാക്കൾക്ക് മക്കളോട് പ്രകാരം പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഞാൻ എന്റെ അമ്മയെ നിന്റെ അപ്പനെയും സ്നേഹിക്കുന്നത് പോലെ നിന്റെ ഭാര്യയെ സ്നേഹിച്ചിട്ടുള്ളത്. വിവാഹം പരസ്പരം സ്നേഹിക്കാനായിട്ടുള്ള വഴിയാണ്, പരസ്പരം സ്നേഹിച്ച് ജീവിക്കാനായിട്ടുള്ള വഴിയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ കരത്തിൽ നിന്ന് ജീവിത പങ്കാളിയെ സ്വീകരിക്കുക. പ്രാർത്ഥന വഴിയായി, വിശുദ്ധതയുടെ വഴിയായി ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ വലിയ കൃപയുണ്ട്. വിവാഹങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന കൃപയിലാണ് ഈ വിവാഹ ജീവിതത്തിൽ നിലനിൽക്കാനുള്ളത്. അത് ഉച്ചരിപ്പിക്കുക. എന്റെ കൈവെപ്പോഴും നിനക്ക് ലഭിച്ച ദൈവത്തിന്റെ അനുഗ്രഹം ഉച്ചരിപ്പിക്കുന്ന ഈശ്വരനായിരിക്കുക. ടോണി ചോദില്ല വിവാഹത്തിന് ലഭിക്കുന്ന ഈ ദൈവത്തിന്റെ അനുഗ്രഹം അത് നിരന്തരം ദൈവത്തെ ജ്വലിപ്പിക്കുന്നതിന് സാധിക്കട്ടെ. ദൈവകരത്തിൽ പങ്കാളിയെ സ്വീകരിക്കുക. പ്രാർത്ഥനകൾ ദൈവവുമായി ബന്ധപ്പെടുത്തുക. പരസ്പരം സ്നേഹിക്കാനായിട്ടുള്ള വഴിയാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. സന്തോഷത്തോടും ഭക്തിയോടും കൂടി വിവാഹ പ്രദർശനം
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സന്തോഷത്തോടെ പ്രതീക്ഷയോടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാനായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സമാധാനത്തോടെ നിറയ്ക്ക് അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തേക്കുന്ന തീരണമേ ആർക്കാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിലൂടെ വളർന്ന മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും മക്കളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ ദൈവമേ, ഭാര്യ ഭർത്താക്കന്മാരായ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ ഉല്ലാസം യോഗ്യതയോടെ പരികരണം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തരാക്കണമേ. അങ്ങയുടെ ഭാവനം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ സ്വതന്ത്രമായ മനസ്സോടുപൂർണ്ണമായ സന്തോഷത്തോടെ ജോബിന്റെയായി സ്വീകരിക്കുന്നു. ജോബിന്റെ സ്വതന്ത്രമായ മനസ്സോടുപൂർണ്ണമായ സന്തോഷത്തോടെ നല്ല ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങളുടെ വിവാഹങ്ങളുടെ സാക്ഷികളാണ്. നിങ്ങൾ തങ്ങളുടെ അടയാളമായ പരസ്പരമായി സ്നേഹത്തോടും മനസ്സിലാക്കിയതോടും കുടുംബജീവിതം നയിക്കുവാൻ നിങ്ങളെ വിവാഹത്താൽ ബന്ധിപ്പിക്കുവാനാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്താൽ സ്നേഹത്താൽ വധുവരന്മാരെ ആസ്വദിക്കണമേ. ഐക്യത പ്രതീകമായ താലിയാഭേദമായ സ്നേഹത്തിൽ പൂർണ്ണമായ വിശ്വസ്തരെ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതങ്ങൾ സന്തോഷവും സഹിക്കുവാൻ തന്റെ ഇഷ്ടപരിസ്ഥിതി പരിശുദ്ധമായി ജീവിക്കുവാനും ഇതിൽ ഉദ്ധിതമായിരിക്കുന്ന കുരിശുകൾക്ക് ശക്തി നൽകട്ടെ. ഇതിവിടെ വിശ്വസ്തരുടെ ആഴമായി ചെയ്യുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, സ്നേഹത്തിന്റെ വിശ്വസ്തരടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങളെ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരതന സർവസത്താത്മാക്കളെ അലങ്കരിക്കുന്നതിനെയും അതോടുകൂടിയും ആസ്വദിക്കണമേ. പൂർണ്ണമായ നമസ്കാരങ്ങളും പരസ്പര സ്നേഹങ്ങളും നിന്നെ ഗ്രഹിക്കുവാനും നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മൗതുക വസ്ത്രത്തിന്റെ കർത്താവെ, ലോകത്തിൽ ലക്ഷ്മണനായി ജീവിച്ച് സ്വർഗത്തിൽ മൗതുക വസ്ത്രം അണിയുവാനുള്ള യോഗ്യനാക്കുകയും ചെയ്യണമേ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. സൗഭാഗ്യമേകാ യൗസേപ്പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. യൗസേപ്പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും.
കുടുംബമാം യാഗവേദിയിൽ ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ, ഭാവുകം നേരുന്നിതാ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ സദ്ഗുണവതിയാം സാറയുമൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും സദ്ഗുണവതിയാം സാറയുമൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും പാവനമാം സ്നേഹവേദിയിൽ തങ്ങളിലൊന്നായി തീർന്നതുപോലെ തുണയായിണയായി സാക്ഷികളാകാൻ ഭാവുകം നേരുന്നിതാ, ഭാവുകം നേരുന്നിതാ. ഇന്നു മുതൽ വന്നവനെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടെ കൂടെ ഏകമനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനം ജീവിക്കുവാൻ സർവ്വശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. സർവ്വശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താൽ പരിശുദ്ധാത്മാവിന്റെ മനോഹരങ്ങളോട് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരിച്ചുള്ള ചിരസായും സ്നേഹത്തോടെ നിങ്ങൾ മനോഹരത്താവും സംരക്ഷണമായിരിക്കട്ടെ. ജീവിതത്തിലെല്ലാ പ്രവർത്തനങ്ങളും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികം ശാരീരികമായ ആരോഗ്യം ഭൗതികമായ സുസ്ഥിതിയും അവിടെ നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങളുടെ മക്കളെ സന്തോഷവും സ്വീകരിക്കുന്നതും അവരെ വിശുദ്ധ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ ഏകസ്വതയും പ്രാർത്ഥനയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുത്തെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. Dushman
Tony and Jovita. As we celebrate the sacrament of your matrimony, your nuptials suggest this. I'm going to share my inner thoughts this evening for both of you, my dear couple. Tony and Jovita, as you come to the altar of God to seek His blessings this evening, I speak from my heart because the sacrament of matrimony has to do something with the word love. And if you are here this evening, it is because you come to share and profess your love for each other. Remember these 4 letters: L-O-V-E. L. Remain loyal to each other in your marriage. Loyalty has to be seen in marriage, and therefore I invite you this evening, as you look up to God, that you will make a commitment to be loyal to one another. Jovita is going to remain loyal to Tony. Tony, you to Jovita. Remain always loyal to each other. In the word love, there is an O, and that O means that you need to have openness. Be open to each other, and that will help you to strengthen your bond in marriage. The more I open myself to the other, the more my marriage grows strong. Therefore, keep yourself open to each other in marriage. The letter B reminds me of the value that you have, Tony, for Jovita, and Jovita in turn for Tony. You will value each other 100%. And if you value each other, the last letter is E. That marriage today, in a very special way, is not a bed of roses. As the roses are planted on this altar, there are thorns also on those roses, which reminds you of pain, joy, and suffering. Endure in your pain and suffering as you journey in marriage. This is my message to you this evening. And if you embark on this journey as you lead this church, live the sacrament of love. Always be loyal, always be open, always valuing, and lastly enduring to each other. നവനവതമാരായ ഈ ദൈവം
ഇപ്പോഴും എപ്പോഴും വിശുദ്ധ closer and kiss me like you and I were 17. Why does it seem like you don't remember? You call me when you're coming down, say you never let me down. Those nights you tried to calm me down, even though I know you just say that. Those are words I can't take back. This is for the hearts on fire, out of control. Boy, you gotta know. This is for the hearts on fire, singing aloud. It's only my way to know. I wish you could read my mind, or give me a sign, or tell me you want.
you want me, but now you got me looking back and wondering